പാഠപുസ്തകം അതിലെ ഒരു ചാപ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു ഓർഡർ എനിക്ക് ലഭിക്കുകയുണ്ടായി. വീണ്ടും ഞാൻ ചിന്തിച്ചു, ഇത്രയും കാര്യങ്ങൾ എനിക്ക് കൈകൊണ്ട് എഴുതാറായിട്ടില്ലല്ലോ, എന്ത് ചെയ്യും? അതേപ്പറ്റി സംസാരിച്ചപ്പോഴാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആൾ പറയുകയുണ്ടായി, മാഡം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്ത് അത്യാവശ്യമുള്ളത് എഴുതി എനിക്ക് വിട്ടാൽ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിലുണ്ട്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് വന്നുകൊള്ളും. അങ്ങനെ നമുക്ക് ആ ചാപ്റ്റർ എഴുതാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഏകദേശം 4 മാസത്തിന് ശേഷം ആ ജോലിയും ഞാൻ ആരംഭിച്ചു. കൈക്ക് പൂർണ്ണമായും അനായാസമായി എഴുതാൻ സാധിക്കാതിരുന്ന സമയത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതി ബാക്കി ആ ഒരു ജോലിയും പൂർത്തീകരിക്കാനായി സാധിച്ചു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ്റെ ഒരു പകർത്തെഴുത്ത് പണിപ്പുരയിലാണ്. എൻ്റെ കൈകൊണ്ട് തന്നെ ഇത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഏകദേശം പകുതി ഭാഗത്തോളം തീർക്കുകയുണ്ടായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇത്രയേ ഉള്ളൂ. ഓരോ പ്രതിസന്ധിയും ഓരോ അവസരങ്ങളാണ്. എനിക്കിനി ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നിപ്പോയാൽ നമ്മളെ കൊണ്ടത് സാധിക്കില്ല. എന്നാൽ ഏറെ വഴികൾ ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ നമ്മുടെ മുൻപിലുണ്ട്. ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്താൽ തീർച്ചയായും നമ്മളെ കൊണ്ടത് സാധിക്കും. 2 രീതിയിൽ ഒരു പ്രതിസന്ധിയോട് നമുക്ക് പ്രതികരിക്കാം. ഒന്നുകിൽ സുല്ലിട്ട് എല്ലാം മടക്കി വെച്ച് വെറുതെ ഇരിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും ചിന്തിച്ച് തുടങ്ങാം, എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായും ഒരു വഴി മുന്നിലുണ്ട്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കാൻ പ്രചോദകമാകുന്ന ഒരു കാര്യം തന്നെയാണ് കോവിഡ് സമയത്ത് ഞാൻ തുടങ്ങിയ വിളക്കുമരം എന്ന യൂട്യൂബ് ചാനൽ. ഒന്നും ചെയ്യാനില്ലാതെ പ്രതിസന്ധിയിലിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാനായി തുടങ്ങിയ ഒരു ചാനൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, നമുക്ക് ചിന്തിച്ച് തുടങ്ങാം. പ്രതിസന്ധികൾ അവസരങ്ങളാണ്. വെല്ലുവിളികളായി ഏറ്റെടുത്ത് പുതിയ മാനങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മളിലൂടെ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ.